ഹലോ ഗൈസ്, നമ്മൾ എവിടെയാ പോണേ? ഏത് സ്ഥലത്ത്? വേറെ എവിടെ പോണേ? എവിടെയാണ് എങ്ങോട്ടാണ് പോണതെന്ന് നമുക്ക് വഴിയെ തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ സർപ്രൈസ്. എന്തായാലും ഞങ്ങൾ 3 പേരും കൂടെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നല്ലൊരു ചായ പാസ്സാക്കിയിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ചായക്കട തപ്പി ഇറങ്ങിയതാണ്. ചെന്ന് വിട്ടത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്താണ്. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ വരുന്ന സ്പോട്ട്. അവിടെ നല്ല ചൂട് ഉഴുന്നുവടയും ബജിയും പ്രത്യേക ചമ്മന്തിയും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. റെമോയ്ക്ക് പിന്നെ ഇതിലൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിലും ഞാനും ചേട്ടനും നന്നായിട്ട് ചായ വടയും കഴിക്കാറുണ്ട്. നല്ല ചൂട് ചായ ഇങ്ങനെ ഊതി കുടിക്കുന്നത് ഒരു വല്ലാത്ത ഫീല് തന്നെയാണ്. ഇതോടൊപ്പം ഒരു നല്ല ചൂട് ഉഴുന്നുവടയും കൂടെ ആയെങ്കിൽ സൂപ്പറാണ്. അത്യാവശ്യം ആ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ചായ ആയിരുന്നാലും വടയായിരുന്നാലും നല്ല ടേസ്റ്റാണ്. റമോ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന് ഫ്രൂട്ടി മേടിച്ച് തരുമോ വെച്ചാന്ന് ചോദിച്ചു. അങ്ങനെ ഫ്രൂട്ട് തപ്പി പോവുകയാണ്. ഒത്തിരി കടകൾ ഉണ്ടെങ്കിലും നമ്മുടെ അങ്ങനെ ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊന്നും ഉള്ള കടയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു കടയിൽ കണ്ടായിരുന്നു. അവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ അച്ഛനും മോനും കൂടെ പോയി ചെന്നിട്ട് ഫ്രൂട്ടി മേടിക്കാൻ വേണ്ടി പോയായിരുന്നു. അവിടെ പോയപ്പോൾ അവന് ഫ്രൂട്ടി മേടിച്ച് കൈക്ക് വെച്ചിട്ടാണെങ്കിൽ ഒത്തിരി സാധനങ്ങൾ, അതായത് മുട്ടായും കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് കാണാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നു. അവിടെ പോയപ്പോഴാണെങ്കിൽ ഫുള്ള് സ്വീറ്റ്സാണ്. ബ്രാഹ്മിൻസിൻ്റെ ഏരിയ അല്ലേ, അപ്പോൾ കൂടുതൽ സ്വീറ്റ്സും അച്ചാറും അങ്ങനെ ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസാണ് ഈ ഏരിയയിൽ കൂടുതലും. പിന്നെ ഈ ചിപ്സ് മിച്ചർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. നല്ല ജിലേബിയും കുറേ ലഡുവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഓവറായിട്ട് മധുരം കഴിക്കുന്ന ആളല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. എവിടാ? അവൻ്റെ അപ്പൂപ്പനെ പോലെ ആരും അവിടെ കണ്ടെന്ന് പറഞ്ഞാണ് നോക്കുന്നത്. അപ്പോഴേക്കും ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒരിടത്തും അല്ല വന്നത്, വെട്ടുകാട് ചർച്ചിലാണ് വന്നത്. ഇവിടെ ഫ്രൈഡേ ദിവസങ്ങൾ പ്രത്യേക പൂജയും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്. ഒരിക്കലുമല്ല, ഞാൻ ഒരു ഹിന്ദു തന്നെയാണ്. പക്ഷേ എനിക്ക് എല്ലാ ദൈവങ്ങളിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഫ്രൈഡേയും മുടങ്ങാതെ വരാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന ഫ്രൈഡേ എല്ലാം ഞാൻ ഇവിടെ എത്താറുണ്ട്. അവിടുന്ന് മെഴുകുതിരിയെല്ലാം കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. ബീച്ചിൽ പോകുന്ന വഴിക്ക് അവിടെ ഫാദറിനെ കണ്ടിട്ട് അനുഗ്രഹമെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇച്ചിരി ക്യൂ ആയിട്ട് നിന്നിട്ടായിരുന്നു അനുഗ്രഹം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അനുഗ്രഹ ജലവും കുടിച്ചിട്ട് നമ്മൾ എണ്ണ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എണ്ണ തരാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പയ്യനാണ് നിന്നത്. കുഞ്ഞു പയ്യൻ്റെ കൈയൊക്കെ സുഖമില്ലാണ്ടത്തുള്ള ഒരു കുഞ്ഞു പയ്യനായിരുന്നു കേട്ടോ. എനിക്ക് പാവം തോന്നി. ഇങ്ങോട്ട് പോവാം, ബീച്ചിലോട്ട് പോവാം. നല്ല ചാട്ടം. അവിടെ നിന്ന് നേരെ നമ്മൾ ബീച്ചിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ബീച്ചിൽ പോയ റമ ഒരിക്കലും വീട്ടിൽ പോകാൻ വേണ്ടി തയ്യാറാവത്തില്ല. എന്നാലും പയ്യെ പോകാമെന്ന പ്ലാനിങ്ങിലാണ്. ബീച്ച് സൈഡിൽ ഒത്തിരി ടോയ്സും പാത്രങ്ങളും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഉണക്കമീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും മേടിച്ചില്ല.
എൻ്റെ കെട്ടിയൻ്റെ ഷർട്ടാണെങ്കിൽ രാത്രി ആയപ്പോഴത്തേക്ക് ജിൽ ജില്ലാന്ന് തിളങ്ങുന്നുണ്ട്. ബീച്ചിൽ എവിടെയെങ്കിലും സേഫായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞ് തപ്പിപ്പറക്കി പോയപ്പോഴത്തേക്കാണ് ദോ ഇരിക്കുന്നത് ഞങ്ങളുടെ ചേട്ടൻ്റെ പിറക്കാതെ പോയ അനിയൻ. അതായത് ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഫ്രണ്ടും ഫാമിലിയാണ്. പുള്ളിക്കൊരു മോളുണ്ട്. എൻ്റെ മകൻ്റെ കൂട്ടുകാരി, കളിക്കൂട്ടുകാരിയാണത്. കുറേ നാൾക്ക് ശേഷം കണ്ടത് കൊണ്ട് തന്നെ ഒത്തിരി ടൈം നമ്മൾ സൊറ പറഞ്ഞൊക്കെ ഇരുന്നു. റമോയ്ക്കാണെങ്കിൽ അമ്മുക്കുട്ടിയെ കണ്ടപ്പോൾ ഞങ്ങളെ ആരും അറിയത്ത് കൂടിയില്ല. ഇതിനിടയ്ക്ക് എന്തോ കിട്ടിയമ്മയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്. അത് എന്തോ ശംഖിൻ്റെ ഷെൽ എന്തോ ആണ് കേട്ടോ. ഇതിനിടയ്ക്ക് എയ്റോപ്ലെയിൻ പോകുന്നുണ്ടായിരുന്നു, അതും വായി നോക്കിയിരിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ എന്തൊക്കെയോ അവിടെ വേലത്തരങ്ങൾ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അവിടുന്ന് പിള്ളേർക്ക് കുറച്ച് ടോയ്സ് മേടിച്ചിട്ട് ഞങ്ങൾ പയ്യെ നടക്കാമെന്ന് വിചാരിച്ച് മണലിലൂടെ നടക്കുകയാണ് കേട്ടോ. എവിടെ വണ്ടി ഇട്ടേക്കണ? റമോയ്ക്ക് പിന്നെ അമ്മുക്കുട്ടിയെ കിട്ടിയപ്പോഴത്തേക്ക് വേറെ ആരെയും വേണ്ട, അമ്മയും വേണ്ട, അച്ഛനെയും വേണ്ട. ലോകം കീഴടക്കിയ സന്തോഷത്തിലാണ് രണ്ടുപേരും കൂടെ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ ഹോട്ടലിലൊന്നുമല്ല പോയത്, ചെറിയൊരു തട്ടുകടയിലാണ്. ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള സ്പോട്ടാണിത്. കിളിപ്പാലത്തുള്ള സ്പോട്ടാണ്. നല്ല ചിക്കൻ ഫ്രൈ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ദോശയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി സമയങ്ങളിൽ തട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഫുഡും കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം സൊറ പറഞ്ഞു നിന്ന് അതിനുശേഷം വേറെ പ്ലേസിലാണ് നമ്മൾ പോയത്. അവിടെ നിന്ന് നേരെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പാപ്പനംകോടുള്ള ആദംസിൽ കയറിയിട്ട് ഫ്രൂട്ട് സലാഡ് കഴിക്കാനാണ് പോയത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ആദംസിൽ നിന്ന് ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഫ്രൂട്ട് സലാഡ് ഓവറായിട്ട് കഴിക്കാത്ത ആളാണ്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടം. അവിടെ നിന്ന് ഫ്രൂട്ട് സലാഡും കഴിച്ച് നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോഴേക്കും സമയം 1 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് എൻ്റെ ഹാങ് ഓവറിൽ വല്ലാത്ത ക്ഷീണമാണ്, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.